വലിയ തിരിച്ചടി തന്നെയാണ് ഈ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ നേരിട്ടത്. പാകിസ്ഥാനിലെ വൻ നഗരങ്ങൾ ചിഹ്നഭിന്നമാകുന്ന ഒരു സാഹചര്യം, അവിടുത്തെ നഗരങ്ങൾക്ക് വലിയ ആഘാതം നേരിട്ട ഒരു സാഹചര്യം, അവിടെ അവരുടെ ആയുധക്കോപ്പുകൾ അപ്പാടെ തകരുന്ന ഒരു സാഹചര്യം. ഏതൊക്കെ മിസൈലുകളാണോ ഏതൊക്കെ ഡ്രോണുകളാണോ ഷെല്ലുകളാണോ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് പതിച്ചത് അത് ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയ ഒരു സാഹചര്യം. ഇങ്ങനെ വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ വലിയ നാണക്കേട് മറച്ചു വെക്കാനാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കം ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് അല്ലേ? പുതിയ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? താങ്ക് യു ജിഷ്ണു. തീർച്ചയായും പാകിസ്ഥാൻ ഒരു ഫോർ എവർ വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം അവരുടെ പ്രധാനമന്ത്രി ഒന്ന് സംസാരിക്കണമെങ്കിൽ പോലും അവരുടെ ആർമി ചീഫിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ പറയാൻ പറ്റുള്ളൂ. പുള്ളി പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് തമാശ പോലും പറയാനായിട്ടുള്ള കഴിവില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും നുണ പറയുക എന്നുള്ളത് അവർക്കേ സാധിക്കുകയുള്ളൂ, അത് അവരുടെ സ്വഭാവത്തിലുള്ളതാണ്. അത് അവർ നമ്മളുടെ എയർബേസുകളെല്ലാം അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ ക്ലെയിമിന് എതിരായിട്ട് നമ്മളുടെ മീഡിയ സമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ എയർഫോഴ്സിന്റെയും ആർമിയുടെയും പ്രതിനിധികൾ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ ഖുറേഷിയും സോഫിയ ഖുറേഷിയും ടൈം സ്റ്റാമ്പ് മാപ്പുകൾ അനുസരിച്ച് പിക്ചേഴ്സ് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ ഒന്നും യാതൊന്നും സംഭവിച്ചില്ല. നമ്മൾ തെളിവ് കാണിച്ചിട്ടുണ്ട്. അതേസമയം നമ്മളുടെ എയർ ലോഞ്ച്ഡ് ബ്രഹ്മോസ് മിസൈൽ 250 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ദൂരത്തിൽ നമുക്ക് വിക്ഷേപിക്കാൻ സാധിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് അവരുടെ തന്ത്രപ്രധാനമായ സർഗോദയും ജേക്കബാദും ഇൻ ഡെപ്ത് ആയിട്ടുള്ള ബേസിലുള്ളത് ബേസുകളെ നമ്മൾ അറ്റാക്ക് ചെയ്തത്. അതിനെ എത്ര ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പോസ്റ്റ് ബാറ്റിൽ ഡാമേജ് അസസ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അത് അവർക്കും അത് മനസ്സിലായി. കാര്യങ്ങള് അവരുടെ കൈവിട്ട് പോകുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവരുടെ DGMO നമ്മളെ വിളിച്ച് ഇത് വെടിനിർത്തൽ വേണം എന്ന് റിക്വസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അവരുടെ നാഷണൽ കമാൻഡ് അതോറിറ്റി, ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റി, ഹൂസ് റെസ്പോൺസിബിൾ ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് ഫോർ ദ ന്യൂക്ലിയർ warfare and nuclear assets അവര് മീറ്റിംഗിൽ ചേർന്നത്. കാരണം ഒരുപക്ഷെ അവർക്ക് ഒരു ഭയം ഉണ്ടായി കാണും. ഇതുപോലെയുള്ള അറ്റാക്കുകൾ സ്റ്റാൻഡ് ഓഫ് ഡിസ്റ്റൻസിൽ നിന്ന് 1400 കിലോമീറ്റർ ദൂരയിൽ നിന്ന് നമ്മൾ അവരുടെ സാങ്കേതികമായുള്ള അവരുടെ പവർഫുൾ ആയിട്ടുള്ള എക്വിപ്മെന്റ് ഉള്ള ബേസുകൾ, അവരുടെ ആയുധക്കോപ്പുകൾ നശിക്കാൻ ഭാരതത്തിന് സാധിക്കുമെങ്കിൽ ഇനിയും അത് അത്ര പ്രോബബിൾ അല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മള് ജനങ്ങളെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് നീങ്ങുകയില്ല. നമ്മളുടെ പോളിസിയാണ് എന്നും അത്. പക്ഷെ ഇത് കാണിക്കുന്ന വേറൊരു കാര്യം ജോസഫ്, ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ പാകിസ്ഥാന്റെ ആ ഒരു ചുമതലയുള്ള വ്യക്തിയാണ് ഭാരതത്തിന്റെ ഈ ചുമതലയുള്ള വ്യക്തിയെ വിളിച്ചുകൊണ്ട് ഈ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടത്. അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അത് തന്നെയാണ് ഭാരതം അംഗീകരിച്ചത്. വാർത്താസമ്മേളനത്തിലൂടെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ അതിന് പിന്നാലെ തന്നെയാണ് പാകിസ്ഥാൻ ചതി ആവർത്തിച്ചത്. കാരണം ചതി എന്നല്ല, അത് ചതി എന്നത് താങ്കളടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് പോലെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിലുള്ളതാണ് ചതി എന്നത്. ആ ചതി ആവർത്തിച്ചത്, അതിന് പിന്നിലുള്ള ഒരു ഇടപെടൽ എന്തായിരിക്കുമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഈ സീസ് ഫയർ വയലേഷൻസ് അത് കുറച്ചുനാൾ നടന്നുകൊണ്ടിരിക്കും. കാരണം എന്ന് നമുക്ക് അവരുമായിട്ട് സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? 1971 അതിനുശേഷം 1999 കാർഗിൽ യുദ്ധത്തിലും പിന്നെ ഇടയ്ക്ക് 87 അതുപോലെ തന്നെ 2001 ഒക്കെ നമുക്ക് നിയർ വാർ സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോൾ ഈ സീസ് ഫയർ വയലേഷൻ ചെയ്യുക എന്നുള്ളത് ഒരു അതിർത്തിയിലുള്ള സേനകളുടെ ഒരു സ്വാഭാവികമാണെന്ന് തന്നെ പറയണം. അത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇത് അതിൻ്റെതായ ഒരു ഭാഗമായിട്ടായിരിക്കാം. അത് തന്നെയല്ല, വേറൊരു കാര്യം ശരിയാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമുക്ക് വേണേ ഇതിൽ നിന്ന് നിഗമിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് മേ ബി അവരുടെ ഈ ഒരു തീരുമാനം, നമ്മളുടെ സ്റ്റോപ്പേജ് ഓഫ് ഫയറിംഗ്, സീസ് ഫയർ എന്നുള്ള അത് തീരുമാനം എടുത്ത ശേഷം ആ ഓർഡർ ഡൗൺ ദ ലൈൻ ഫീൽഡ് ഫോർമേഷൻസിലും ലോക്കലൈസ്ഡ് ഫോർമേഷൻസിനും ഈ അതിർത്തിയിലുള്ള ചെറിയ ചെറിയ ഫോർമേഷൻസിനൊക്കെ ഗൺ ലൊക്കേഷൻസിലും ഒക്കെ ആ മെസ്സേജ്
എത്തിച്ചേരാനായിട്ട് സമയമെടുത്തോ താമസമുണ്ടായോ എന്ന് നമുക്കറിയത്തില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ നമ്മൾ തകർത്തു എന്ന് വേണം കരുതണമെങ്കിൽ. ഞാനത് എനിക്കൊരു ആത്മവിശ്വാസത്തോടെ അത് പറയാൻ പറ്റില്ല, കാരണം സത്യം എന്താണെന്ന് നമുക്കറിയില്ല, ശരിക്കും എന്താ നടന്നു എന്നുള്ളത്. പക്ഷേ ഇത് നമ്മൾ കരുതേണ്ടത് അവർ കുറച്ചൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. വി ഹാവ് ടു ബി, നമ്മളുടെ അലേർട്ട്നെസ് ലെവൽ, ജാഗ്രതാ ലെവൽ എന്നും ഹയസ്റ്റ് ലെവലിലായിരിക്കണം. അത് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചടിക്കണം. അത് തന്നെയല്ല, ഇത് ലോകത്തെ മുഴുവൻ നമുക്ക് അറിയിക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്. ഒരു വാഗ്ദാനം ചെയ്തിട്ടും അവർ ഒരിക്കലും അതിന് ഫോളോ ചെയ്യുകയില്ല എന്നുള്ള സംഗതി. താങ്ക് യു.